ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോക് ഭവനിലേക്ക് വി ഡി സതീശൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് എത്തിയിരിക്കുന്നത്. ഗവർണർക്ക് ഈ പട്ടിക കൈമാറുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. വി ഡി സതീശൻ വളരെ ചിരിയോടുകൂടി ലോക് ഭവനുള്ളിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിയുക്ത മുഖ്യമന്ത്രി ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ എന്നതാണ് മനസ്സിലാകുന്നത്. സ്വീകരണ മുറിയിലേക്ക് അദ്ദേഹം കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഗവർണറുമായുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കിരൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലീഗിന്റെ 5 മന്ത്രിമാർ ആ തീരുമാനമായി എങ്കിൽ പോലും വി അബ്ദുൾ ഗഫൂറിന്റെ ഈ മന്ത്രിസഭയിലേക്കുള്ള വരവ് കോഴിക്കോടിനും കാസർഗോഡിനും പ്രാതിനിധ്യമില്ലാത്തത്, മുതിർന്ന അവഗണിച്ചത് ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പരസ്യ പ്രതികരണം അതിൽ ഉണ്ടാകുന്നു, വലിയ പ്രതിഷേധമുണ്ടാകുന്നു, തെരുവിൽ പ്രതിഷേധിക്കും എന്ന് യൂത്ത് ലീഗ് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അങ്ങനെയുള്ള എതിർ സ്വരങ്ങൾ ഉയരുമ്പോൾ അതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നതാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ള ചർച്ചകളോ മാറ്റങ്ങളോ ആ ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ പ്രതിഷേധങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവസാന നിമിഷങ്ങളിൽ നടന്നതെന്നായിരുന്നു കരുതിയിരുന്നത്, അതോ അതൊക്കെ അവഗണിക്കപ്പെടുകയാണോ ഉണ്ടായിട്ടുള്ളത്? രേണുക, മുസ്ലിം ലീഗിന്റെ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഏറെക്കുറെ വ്യക്തമാണ്, അതിൽ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഏറ്റവും അവസാനമായി ലഭിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് കെ മുരളീധരന് വൈദ്യുതി വകുപ്പ് നൽകും എന്നുള്ള വിവരം കൂടി ലഭ്യമായിരിക്കുന്നു. കെ മുരളീധരൻ മുമ്പ് ചുമതലയുണ്ടായിരുന്നത് വൈദ്യുതി വകുപ്പിനായിരുന്നു. അദ്ദേഹം 6 മാസം മന്ത്രിയായിരുന്നു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ്. അന്ന് അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്ന വൈദ്യുതി വകുപ്പ് തന്നെ, ദേവസ്വത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകും എന്നതുകൂടി പറയുന്നു. മറ്റൊന്ന് AP അനിൽകുമാറിന് ടൂറിസം വകുപ്പല്ല, ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് നേരത്തെ കെ മുരളീധരൻ. ചില അപ്ഡേറ്റ്സ് വരുന്നു. കിരൺ, തുടരുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം പട്ടികയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ പുറത്തായിരിക്കുന്നു. അത് ഉച്ചയോടുകൂടി തന്നെ ആ രീതിയിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ചാണ്ടിയെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള KC വിഭാഗത്തിന്റെ നീക്കം ഫലം കണ്ടില്ല എന്നത് മനസ്സിലാക്കുന്നു. മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം എന്നത് തീരുമാനമായിരിക്കുന്നു. മാണി സി കാപ്പൻ ഈ ടേം വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം ടേം വ്യവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിയാകുമെന്നത് ഉറപ്പായിരിക്കുന്നു. OJ ജനീഷ് ഈ ലിസ്റ്റിലുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. KA തുളസി മന്ത്രിസഭയിൽ KA തുളസി 2ാം വനിതാ മന്ത്രിയായി KA തുളസി ഉൾപ്പെട്ടിരിക്കുന്നു. റോജി M ജോൺ മന്ത്രിയാകും എന്ന വിവരം കൂടി വരുന്നു. റോജി M ജോൺ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VV അരുൺ ചേരുന്നു. അരുൺ, KA തുളസി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. 2ാം വനിതാ മന്ത്രിയായാണ് തുളസി ഉറപ്പിക്കുന്നത്. റോജി M ജോൺ കൂടി എത്തുന്നു. എന്തൊക്കെയാണ് നമുക്ക് അവസാന ലിസ്റ്റിനെ സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനകൾ? ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉൾപ്പെടുത്തലുകൾ അത് KA തുളസിയും അതുപോലെ തന്നെ റോജി M ജോണുമാണ്. റോജി M ജോൺ ചാണ്ടി ഉമ്മന് പകരക്കാരനാണ്. ചാണ്ടി ഉമ്മനെ ആണ് ആദ്യം പരിഗണിച്ചത്. പക്ഷേ സാമുദായിക സമവാക്യം കൊണ്ട് പരിഗണിച്ച് റോജി M ജോണിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അതിലും ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നേക്കാം. ഏതായാലും റോജി M ജോൺ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആദ്യമായി നിയമസഭയിലെത്തുന്ന യുവ നേതാവാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചു വന്ന നേതാവാണ്. കൊടുങ്ങല്ലൂർ CPIയുടെ ഇടത് കോട്ടയാണ്. ആ കോട്ട പൊളിച്ചു വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് മന്ത്രിസഭയിലേക്ക് തന്നെ എടുക്കുകയാണ് VD സതീശൻ. ഏതായാലും OJ ജനീഷിന്റെ വളരെ സർപ്രൈസ് ആയ ഒരു എൻട്രിയായി കാണേണ്ടതുണ്ട്. KA തുളസി വന്നതും 2ാം വനിതാ മന്ത്രി എന്ന നിലയിലാണ്. അവിടെ ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി തുളസിക്ക് ഗുണം ചെയ്തു. SC വിഭാഗത്തിൽ നിന്ന് 2 പേരെ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ടായിരുന്നു. AP അനിൽകുമാർ സ്വാഭാവിക ചോയ്സായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അതിന് പിന്നാലെ കോങ്ങാടും ഇടത് കോട്ടയെ കാണാവുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ തിരിച്ചുപിടിച്ച് KA തുളസി നിയമസഭയിലേക്കും നേരെ മന്ത്രിസഭയിലേക്കും എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാണ്ടി ഉമ്മനെ വെട്ടിമാറ്റുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഈ ഒരു പട്ടികയിൽ ഘടകകക്ഷികൾക്ക് മാണി സി കാപ്പനും അതുപോലെ തന്നെ അനൂപ് ജേക്കബിന് 2.5 വർഷം വീതം തന്നെയാണ് നൽകിയിരിക്കുന്ന. ഒരു വ്യക്തത വരാനുള്ളത് ഇനി ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന കാര്യത്തിലാണ്. ഷാനിമോൾ ഉസ്മാനെ ഏത് വിധേനയും മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ VD സതീശൻ വലിയ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയം കണ്ടില്ല എന്ന് വേണം കരുതാൻ. IC ബാലകൃഷ്ണൻ ഉണ്ടോ ഈ അവസാന ലിസ്റ്റിൽ? IC ബാലകൃഷ്ണൻ ഉണ്ടോ അരുൺ? IC ബാലകൃഷ്ണൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IC ബാലകൃഷ്ണൻ വയനാട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ മന്ത്രിസഭയിൽ ഉണ്ടാകൂ. അത് T സിദ്ദിഖാണ്. KPCCയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മടങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ലിസ്റ്റ് ഗവർണർക്ക് കൈമാറിയതിനു ശേഷം നിയുക്ത മുഖ്യമന്ത്രി ലോക് ഭവനിൽ നിന്ന്
മടങ്ങുകയാണ്. നേരെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാർത്താ സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകും. എന്താണ് ഈ ലിസ്റ്റിലുള്ളത്, പൂർണ്ണ ലിസ്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള മറുപടി നിയുക്ത മുഖ്യമന്ത്രി തന്നെ നൽകുമോ എന്നത് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. എന്തായാലും ഗവർണറുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി വി.ഡി. സതീശൻ അവിടെ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ നിന്ന് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ചാണ്ടി ഉമ്മൻ ലിസ്റ്റിലില്ല. O.J. ജനീഷ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. യുവജനക്ഷേമ വകുപ്പ് O.J. ജനീഷിന് ലഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. K.A. തുളസി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. രണ്ടാം വനിതാ മന്ത്രി ഉണ്ട് എന്നത് ഉറപ്പായിരിക്കുന്നു. റോജി എം ജോൺ കൂടി എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഇതിൽ ഓർത്തഡോക്സ് സഭ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഈ ചാണ്ടി ഉമ്മൻ ഒഴിവാകുമെന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നതാണ്. ഇത്തവണ ഓർത്തഡോക്സ് സഭ പൂർണ്ണമായും UDF-നൊപ്പം നിന്നു എന്നതാണ് ആറന്മുളയുടേതുൾപ്പെടെയുള്ള വിജയം സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു മന്ത്രിസഭ എന്നത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇട നൽകുമോ? യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള സാന്നിധ്യം എന്തായാലും ഉണ്ടാകുമെന്നത് ഉറപ്പാകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ ഔട്ടാകുന്നത്? സഭാ നേതൃത്വങ്ങളെയും ആ രീതിയിൽ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു മന്ത്രിസഭ രൂപീകരണം എന്ന് പറയേണ്ടി വരും. കാരണം ഓർത്തഡോക്സ് സഭ കടുത്ത പ്രതിഷേധത്തിലാണ്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. അതുപോലെ ലത്തീൻ സഭയും കടുത്ത അമർഷത്തിലാണ്. എം വിൽസണിനെ മൂന്നാം തവണ MLA ആയ എം വിൽസണിനെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കാത്തതിൽ ലത്തീൻ സഭയ്ക്ക് കടുത്ത അമർഷമുണ്ട്. ഷിബു ബേബി ജോൺ പക്ഷേ ഘടകകക്ഷി മന്ത്രിയായ ഷിബു ബേബി ജോൺ ലത്തീൻ പ്രാതിനിധ്യമായ മന്ത്രിസഭയിലുണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ TJ വിൽസന്റെ പേരുമൊക്കെ പറഞ്ഞു കേട്ടതാണ്. TJ വിനോദിന്റെ പേരുമൊക്കെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ അവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി കൂടിയായ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കുന്നു. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് സ്വാഭാവിക ചോയ്സായി വരുമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ ഒഴിവാക്കപ്പെടുന്നു. P. സിദ്ദിഖ് പട്ടികയിലേക്ക് വരുന്നു, മന്ത്രിസഭയിലേക്ക് വരുന്നു. O.J. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ മാറ്റപ്പെടുമ്പോഴാണ് ഇവിടേക്ക് O.J. ജനീഷ് വരുന്നത്. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുകയും അദ്ദേഹം ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് പോലും എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. K.A. തുളസി ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പാലക്കാട് MP V.K. ശ്രീകണ്ഠന്റെ ജീവിത പങ്കാളിയാണ്. അവർ മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയത്തിനകം മുൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.